എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ SDP അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ടർ ഡിവൈസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ SDP കുറിച്ച് ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കേൾക്കാത്തവർക്കായിട്ട് നമ്മൾ ഇവിടെ ഒരു പുതിയൊരു അറിവ് നൽകുകയാണ്. അതേപോലെ നമ്മൾ ഈ അടുത്ത് കാണിച്ചു തരുന്ന ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പൊതുവെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലൊക്കെ ഈ ഒരു യൂണിറ്റ് നിർബന്ധമായിട്ടും വെച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ വീടുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും സ്ഥാപിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും ഇത് എങ്ങനെയാണ് ഇതിന്റെ കണക്ഷനെ കുറിച്ച് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സിബാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 900 രൂപയാണ് ഇതിന്റെ വില. നമുക്ക് പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്നത് ഹാവൽസ്, അതേപോലെ ഇവിടെയുള്ള ഒരു ബ്രാൻഡഡ് കമ്പനിയൊക്കെയാണ്. ഫംഗ്ഷൻ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ബ്രാൻഡഡിനാകുമ്പോൾ നല്ലൊരു വില വരും. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു വിലയാണ്. എന്നാൽ ഇതിന്റെ ഗുണത്തിൽ ഒരു മാറ്റവുമില്ല. അപ്പൊ ഇതിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 കളറിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വൈറ്റ് ആണ്. ഓറഞ്ച് കളർ, ബ്ലൂ കളർ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ യൂണിറ്റ്. സിബാസ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പൊതുവെ കോമൺലി എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്? സർജ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വലിയൊരു കറണ്ടിനെയാണ് സർജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് വരുന്ന ഒരു കറണ്ടിനെ നമ്മളുടെ വീട്ടിൽ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് നശിപ്പിച്ച് കളയുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു വോൾട്ടേജോ ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉപകരണം പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന അധികം വോൾട്ടേജ് എന്തെങ്കിലും കടന്നുകൂടിയാൽ ഈ ഒരു ഡിവൈസ് അതിനെ ഗ്രൗണ്ട് ചെയ്ത് കളയുന്നു, ആ ഒരു വോൾട്ടേജ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും സേഫ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വൈദ്യുതി ലൈനിൽ കൂടി ഹെവി ലൈൻ കയറി വരാൻ സാധ്യതയുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഇഷ്യൂ, സിംഗിൾ ഫേസ് ആണെങ്കിലും 3 ഫേസ് ആണെങ്കിലും ഒരു ലൈൻ കൂട്ടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ഫേസിൽ 3 ഫേസ് കടന്നുകൂടാം. അപ്പോൾ ഹൈ വോൾട്ടേജ് ആയി. ആ ഹൈ വോൾട്ടേജ് നമ്മുടെ വീട്ടിലോട്ട് കടന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും അല്ലാതെ പെട്ടെന്ന് ഇൻഡക്ഷനിലൂടെ പാസ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വിധപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു പോകും. അതേപോലെ സീലിംഗ് ഫാൻ, കാരണം അതിന്റെ വൈൻഡിങ് എല്ലാം വളരെ തലനാരിലുള്ള വയർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നമ്മൾ ഇതിലെ കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടുന്നില്ല. നമുക്കൊന്നും അതിന്റെ കാര്യങ്ങളിലോട്ട് പോകാം. SCC40 എന്നാണ് ഇതിന്റെ ഒരു SCC40 ആണ്. ഇതിൽ UC 320 വോൾട്ട്, ഇതിന്റെ ഇൻപുട്ട് 20 കിലോ ആംപിയർ, മാക്സ് 40 കിലോ ആംപിയർ. അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇതിപ്പോ ഇതിൽ 320 വോൾട്ട് വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഹൈ കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇത് ഗ്രൗണ്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഇവിടെ L എന്ന് എഴുതിയിട്ടുണ്ട്, N എന്ന് എഴുതിയിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ ലൈൻ ആണ്, N എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ. ഇവിടെ എർത്തിന്റെ സിമ്പിൾ ഇത് ഗ്രൗണ്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേക നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലോട്ട് മീറ്ററിൽ നിന്നും മെയിൻ സ്വിച്ചിലോട്ട് വരുന്ന പ്രധാന സ്വിച്ചിനും മീറ്ററിനും ഇടയ്ക്കുള്ള ലൈനിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ വരുന്ന ഫേസ് ന്യൂട്രലിലും ഇതിലോട്ട് കണക്ട് ചെയ്തിടുക. അതിനുശേഷമേ വീട്ടിലുള്ള ഐസൊലേറ്ററോ മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ MCBയിലോട്ടോ കണക്ട് ചെയ്യാം. അതിനുശേഷമാണ് RCCB അതുവഴിയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ലൈനിലോട്ട് കടന്നുകൂടുന്ന വൈദ്യുതി പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാക്കും. അപ്പോൾ ഇത് ക്ലാസ് 1, ക്ലാസ് 2 എന്നാണ് 2 വിഭാഗം ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും കൂടിയാണ് വരുന്നത്. ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വൈദ്യുതി നശിപ്പിച്ച് കളയുന്നത്. ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഉപകരണങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്കിത് കണക്ഷൻ കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ വരുന്ന ലൈനിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള DB ബോക്സിൽ സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വേറെ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എർത്ത് ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ എർത്ത് ഒന്നുമായിട്ട് ഷെയർ ചെയ്യരുത്. കാരണം നമ്മുടെ ഈ എർത്തിന്റെ വോൾട്ടേജ് കൃത്യമായിരിക്കണം. ഈ എർത്ത് മറ്റുള്ള എർത്തായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. കാരണം ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഈ എർത്തായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ചെറിയൊരു സർജ് കയറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള എർത്തായിട്ട് ലിങ്ക് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എർത്ത് ഡയറക്റ്റ് നമ്മളൊരു വണ്ണം കൂടിയ എർത്ത് കമ്പി ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റർ ഒക്കെ വെച്ചിട്ട്, ഇൻസുലേറ്റർ
നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കത് വലിയൊരു കോസ്റ്റ് ചിലവാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കത് ഇൻസുലേറ്ററൊക്കെ ഘടിപ്പിച്ചിട്ട് നമുക്ക് നേരെ ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ എർത്ത് കണക്ട് ചെയ്യുമ്പോൾ ഒരു വലിയ കോപ്പർ റോഡോ ഇല്ലെങ്കിൽ എർത്ത് റോഡോ വെച്ചിട്ട് ഭൂമിയുടെ അടിയിലോട്ട് വെക്കേണ്ടതാണ്. നനവുള്ള പ്രദേശമാണെങ്കിൽ വലിയ നീളം ആവശ്യമില്ല, എപ്പോഴും പെട്ടെന്ന് എർത്ത് കിട്ടുന്ന സ്ഥലമായിരിക്കും. അതല്ല ഡ്രൈ ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ എർത്ത് കോമ്പൗണ്ട് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സാധാരണ നമ്മളുടെ വീട്ടിൽ അടിച്ചിരിക്കുന്ന എർത്തിൽ നിന്നും കുറച്ച് മാറ്റി വേണം അതിന്റെ എർത്ത് സ്ഥാപിക്കാൻ. അതായിട്ട് ഒരു ഇൻഡക്ഷൻ വരാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് പുറത്തുനിന്ന് വരുന്ന ലൈന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള സർജ് വോൾട്ടേജ് അല്ലെങ്കിൽ സർജ് കറണ്ടൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് കളയാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിന് ആർക്കും താങ്ങാനാവാത്ത വിലയായിരുന്നു. 3000, 4000, 5000 രൂപയൊക്കെ അടുത്ത് വില വരുന്നതാണ്. അതേപോലെ 3 ഫേസിനാണെങ്കിൽ 10000 രൂപയൊക്കെ അടുത്ത് വരുന്നതായിരുന്നു. ഇപ്പോൾ ഇത് കോമൺലി നമ്മുടെ ഇവിടെ എല്ലാവരും ഉപയോഗിച്ച് വരുന്നത് കൊണ്ട്, ഇതിന്റെ ഉപയോഗം കൂടിയതുകൊണ്ടും ഇതിന്റെ നിർമ്മാണം കൂടിയതുകൊണ്ടും ഇതിന്റെ വില പെട്ടെന്ന് താഴ്ത്തോട്ട് വന്നു. ഒത്തിരി കമ്പനികൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഇതിവിടെ കിട്ടുന്നതാണ്. ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ അല്ലാത്ത സൈറ്റുകളിലൊക്കെ കയറി നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഇനി ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തുള്ള പ്രധാന ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ വില കുറച്ച് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു SDP ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.